അയോധ്യയിൽ പുതിയൊരു വിവാദം പുകയുകയാണ്. നിഷാദ് സമുദായം സംഘടിപ്പിച്ച പരിപാടിയിൽ മീൻ പാകം ചെയ്യുന്നതിന്റെ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ തർക്കം രൂക്ഷമായിരിക്കുന്നു. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റോയ് വിരുന്നിൽ പങ്കെടുത്തതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആരോപിച്ചപ്പോൾ തെളിവ് പുറത്തുവിട്ടാൽ രാജിവെക്കാമെന്ന് അജയ് റോയ് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അയോധ്യയിൽ നടന്ന ഒരു രാഷ്ട്രീയ സ്വീകരണ യോഗത്തിന് പിന്നാലെ ഉയർന്നു വന്ന മീൻ വിരുന്ന് വിവാദം ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള വലിയൊരു വാക്പോരായി മാറിയിരിക്കുകയാണ്. എന്താണ് സംഭവമെന്ന് നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റോയ്ക്ക് അയോധ്യയിലെ തരുൺ മേഖലയിൽ പ്രാദേശിക നിഷാദ് സമുദായം ഒരുക്കിയ സ്വീകരണ പരിപാടിയാണ് വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ അധിവസിക്കുന്ന ഒരു പരമ്പരാഗത നദീതീര മത്സ്യബന്ധന ജനവിഭാഗമാണ് നിഷാദ് സമൂഹം. ചരിത്രപരമായും പുരാണപരമായും ഏറെ പ്രാധാന്യമുള്ള ഈ സമൂഹം ഇന്ന് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരു വലിയ വോട്ട് ബാങ്കാണ്. അടുത്തിടെ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന റാം നിഹാൽ നിഷാദ് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അയോധ്യയിലെ പ്രശസ്തമായ ഹനുമാൻ ഗർഹയിലും ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലും ദർശനം നടത്തി ഹനുമാൻ ചാലീസയും ചൊല്ലിയാണ് അജയ് റോയ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ സ്വീകരണ ചടങ്ങ് നടന്ന ഓഡിറ്റോറിയത്തിൽ വലിയ പാത്രങ്ങളിൽ മീൻകറി പാകം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് തർക്കം ഉടലെടുത്തത്. ഹിന്ദുക്കൾ അങ്ങേയറ്റം പവിത്രമായി കാണുന്ന ശ്രാവണ മാസത്തിൽ അയോധ്യ പോലുള്ള ഒരു പുണ്യ നഗരത്തിൽ ഇത്തരമൊരു മാംസാഹാര വിരുന്നു നടത്തിയത് മതവികാര വ്രണപ്പെടുത്തുന്നതാണെന്ന ആരോപണം ഉയർന്നു. രണ്ട് പ്രധാന ആരോപണങ്ങളാണ് റോയ്ക്കെതിരെ ഉയർന്നിട്ടുള്ളത്. ഒന്നാമതായി, രാമക്ഷേത്രത്തിന് 15 കിലോമീറ്റർ ചുറ്റളവിൽ സസ്യാഹാരത്തിന് മാത്രമാണ് അനുമതിയുള്ളത്. രണ്ടാമതായി, ഭക്തർ സസ്യാഹാരം മാത്രം കഴിക്കുന്ന പവിത്രമായ ശ്രാവണ മാസത്തിലാണ് ഇത് നടന്നത് എന്നാണ്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിഷാദ് സമുദായത്തെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ശനിയാഴ്ച കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയുടെ വീഡിയോയാണ് പുറത്തുവന്നത്. ഹനുമാൻ ഗർഹി ക്ഷേത്ര ദർശനത്തിനും രാമക്ഷേത്ര പ്രാർത്ഥനയ്ക്കും ശേഷമാണ് റോയ് 30 കിലോമീറ്റർ അകലെയുള്ള തരുണിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തത്. സംഭവത്തിൽ പരിപാടിയുടെ സംഘാടകനും പ്രാദേശിക നേതാവുമായ റാം നിഹാൽ നിഷാദ് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. മത്സ്യബന്ധനവും വിൽപ്പനയുമാണ് ഞങ്ങളുടെ പരമ്പരാഗത തൊഴിൽ. ഞങ്ങളുടെ ഉപജീവന മാർഗം ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ശ്രാവണ മാസത്തിൽ മീൻ കഴിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. UP മന്ത്രി സഞ്ജയ് നിഷാദിന്റെ ഓഗസ്റ്റ് 11 പ്രസ്താവനയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വെളുത്തുള്ളിയും സവാളയും ചേർക്കാതെ പാകം ചെയ്യുന്ന മീൻ സസ്യഭക്ഷണത്തിന് തുല്യമാണെന്നാണ് സഞ്ജയ് പറഞ്ഞത്. UP സർക്കാരിന്റെയും ഇന്ത്യൻ ഭരണഘടനയുടെയും ലോഗോകളിൽ വില്ലിനും അമ്പനുമൊപ്പം മത്സ്യവുമുണ്ട്. ഇത് നിഷാദ് സമുദായത്തിന്റെ ചിഹ്നമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മുതിർന്ന BJP നേതാക്കൾ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായാണ് രംഗത്തെത്തിയത്. ഹനുമാൻ ഗർഹിയിൽ ദർശനം നടത്തിയ ശേഷം പുറത്തു വന്ന് മീൻ കഴിക്കുകയും റാം റാം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. നാണക്കേടിനും ഒരതിരുണ്ട്. ക്ഷേത്രത്തിൽ പോകാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അയോധ്യയ്ക്ക് പുറത്തുപോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമായിരുന്നു എന്ന് യോഗി ആദിത്യനാഥ് രൂക്ഷമായി വിമർശിച്ചു. ഇത്തരമൊരു പെരുമാറ്റം കണ്ടാൽ ഒരു ഓന്ത് പോലും നാണിച്ചു പോകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ക്ഷേത്രത്തിനുള്ളിൽ രാമനാമം ജപിക്കുകയും പുറത്തിറങ്ങിയ ഉടൻ മീൻ വിരുന്ന് നടത്തുകയും ചെയ്യുന്ന ഇവർ ഏത് തരത്തിലുള്ള മനുഷ്യവംശമാണെന്ന് അത്ഭുതപ്പെടുന്നുവെന്നും ആരോപിച്ചു. ഹനുമാൻ ഗർഹിൽ ദർശനം നടത്തിയ ഉടൻ തന്നെ ഇത്തരം വിരുന്നുകളിൽ പങ്കുചേരുന്നത് സനാതന ധർമ്മത്തോടുള്ള അനാദരവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രാവണ മാസത്തിൽ ഭൂരിഭാഗം ഹിന്ദുക്കളും സസ്യഭുക്കുകളായിരിക്കുമ്പോൾ അയോധ്യയിൽ മീൻ വിളമ്പിയത് കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ മനോഭാവമാണ് കാണിക്കുന്നതെന്ന് പ്രാദേശിക BJP നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ പറ്റിക്കാൻ മാത്രമാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതെന്ന് UP മന്ത്രിമാരായ ബ്രജേഷ് പഥക്കും ഓം പ്രകാശ് രാജ്പറും കുറ്റപ്പെടുത്തി. BJPയുടെ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിച്ച കോൺഗ്രസ് ഇത് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രം മാത്രമാണെന്നാണ് ആരോപിച്ചത്. താൻ മീൻ കഴിക്കുകയോ അത് പാകം ചെയ്ത സ്ഥലത്ത് നിൽക്കുകയോ ചെയ്യുന്ന ചിത്രമോ വീഡിയോയോ കാണിക്കാൻ മുഖ്യമന്ത്രിയെ അജയ് റോയ് വെല്ലുവിളിച്ചു. തെളിവ് തന്നാൽ UP കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ച, അയോധ്യയിലെ വികസന ഫണ്ട് അഴിമതി തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് BJP മീൻ വിവാദം ഉയർത്തുന്നതെന്ന് പവൻ ഖേര പരിഹസിച്ചു. ഒപ്പം ശ്രാവണ മാസത്തിൽ BJP നേതാക്കൾ മാംസാഹാരം കഴിക്കുന്ന ചിത്രങ്ങളും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. UPയിലെ നിർണായക വോട്ട് ബാങ്കായ നിഷാദ് സമുദായത്തെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും കോൺഗ്രസിന്റെ പരമ്പരാഗത ഹിന്ദു വിരുദ്ധ പ്രതിച്ഛായ വീണ്ടും ജനങ്ങളിൽ എത്തിക്കാനും BJP ഈ അവസരം ഉപയോഗിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വാക്കുതർക്കം വരും ദിവസങ്ങളിലും UP രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുമെന്നാണ് സൂചനകൾ.